നാഗകന്യക 3യുടെ എപ്പിസോഡ് 21ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ മഹിയെ കൊണ്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് വരികയാണ്. മഹി കൊക്കയിൽ വീണതുകൊണ്ട് ചെറിയ മുറിവുകൾ മഹിയുടെ ശരീരത്തിലുണ്ട്. സൈകൾ യുവിയോട് ഡോക്ടറെ വിളിക്കാൻ പറയുകയാണ്. ബേല മഹിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. യുവി ബേലയുടെ അടുത്ത് റൊമാൻറ്റിക്കായ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അത് മഹി ശ്രദ്ധിക്കുന്നുണ്ട്. യുവിയുടെ പെരുമാറ്റം ഇഷ്ടമില്ലാത്ത ബേല അവിടെ നിന്ന് പോകുന്നു. പുറകെ യുവിയും പോവുകയാണ്. പുറത്തു വരുന്ന യുവി വിക്രാന്തായി മാറി ബേലയോട് സംസാരിക്കുകയാണ്. വിക്രാന്തിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ബേല അവിടെ നിന്ന് പോകുന്നു. ശേഷം മഹിയെ നോക്കാൻ യുവി നിൽക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന സുമിത്ര ആ കാര്യം സമ്മതിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല സുമിത്രയോട് മഹിയുടെ കാര്യങ്ങൾ ബേല നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ സുമിത്ര യുവിക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നും യുവിയുടെയും മഹിയുടെയും ഇടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഇനി പാടില്ല എന്നും മഹിക്ക് വിഷമം ഉണ്ടാകുന്നതൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും സുമിത്ര പറയുന്ന സമയം അവിടെ യുവി വരുന്നു. സുമിത്ര യുവിയോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ യുവി അവിടെ നിന്ന് പോകുന്നു. സുമിത്ര ബേലയോട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബേല മനസ്സിലാക്കണം. മഹിയുടെ അടുത്ത് നിന്ന് ബേല മാറി നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് സുമിത്ര അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ബേലയുടെ അടുത്ത് വരുന്ന യുവി ബേലയോട് മഹിയെ കെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ബേല അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കാണുന്ന യുവി ബേലയെ ബലം പ്രയോഗിച്ച് കയ്യിൽ പിടിച്ചു നിർത്തുകയും ശേഷം വിക്രാന്തായി മാറിയിട്ട് ബേലയോട് മഹിയുടെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കേണ്ട, മഹിയെ ഞാൻ ഇന്ന് രാത്രി വേദനിപ്പിക്കാതെ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് യുവിയായി മാറി അവിടെ നിന്ന് പോകുന്നു. ബേല ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് വിശാഖ വിൻഡോ വഴി പോകാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. വിൻഡോയിൽ കൂവളത്തിന്റെ ഇല കിടക്കുന്നത് കാരണം വിശാഖയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ആ സമയം അവിടെ വരുന്ന ACP വിശാഖയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വിശാഖയോട് ACP യുവിയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറയുകയാണ്. വിശാഖ യുവിയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വാശിയോടെ ഇരിക്കുകയാണ് വിശാഖ. ഈ സമയം യുവി സൈകളുടെ അടുത്ത് പോയിട്ട് സൈകളിനോട് യുവിക്കും ബേലയ്ക്കും പരസ്പരം ഇഷ്ടമാണെന്നും ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്നും പറയുകയാണ്. മഹി വളരെ ഇമോഷണൽ ആണ്. മഹിയുടെ അഭിപ്രായം അറിയണം, എന്നാലേ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ് സൈകൾ. അത് കേൾക്കുന്ന യുവി ഇന്ന് രാത്രി എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ യുവി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മഹിയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി ഒരു യുവി മഹിയുടെ അടുത്ത് ഇരിക്കുന്നത് കാണുന്ന യുവി മറഞ്ഞു നിന്ന് എല്ലാം ശ്രദ്ധിക്കുകയാണ്. മഹിയുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന യുവി യഥാർത്ഥത്തിൽ ബേലയാണ്. യുവിയാണ് മുന്നിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് മഹി യുവിയോട് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. മഹിയുടെ മനസ്സിൽ ബേലയെ കുറിച്ചുള്ള കാര്യങ്ങളും മഹിക്ക് ബേലയെ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളും എല്ലാം പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ബേലയായ യുവി കരയുകയാണ്. ഇതെല്ലാം പുറത്തു നിൽക്കുന്ന യുവിയായ വിക്രാന്ത് കേൾക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് മഹിയുടെ അടുത്ത് നിന്ന് യുവി പോകുന്നത് കാണുന്ന വിക്രാന്ത് നാഗമായി മാറി ബേലയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബേല കരയുകയായിരുന്നു. ബേല മഹിയെ കുറിച്ച് ആലോചിച്ച് കരയുന്നത് കാണുന്ന വിക്രാന്ത് ബേലയോട് എന്തിനാണ് യുവിയായി വേഷം മാറിയതെന്ന് ചോദിക്കുകയാണ്. ഈ സമയം യുവിയെ കാണാത്തത് കാണുന്ന മഹി യുവിയെ നോക്കി പോകുമ്പോൾ യുവിയെയും ബേലയെയും ഒരുമിച്ച് കാണുന്ന മഹി വിഷമിച്ച് നിൽക്കുകയാണ്. യുവി മഹിയോട് ബേലയ്ക്ക് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് മഹിയേട്ടന്റെ കാര്യങ്ങൾ നോക്കണം, ആ കാര്യം ഞാൻ ബേലയോട് പറയുകയായിരുന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമം തോന്നിയെങ്കിലും മഹി അവർ രണ്ടുപേരോടും പോകാൻ പറയുകയാണ്. എന്നിട്ട് മഹി ബേലയെ നോക്കുകയാണ്. മഹി സമ്മതിച്ചതുകൊണ്ട് യുവി ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് ബേല അവിടെ നിന്നും പോകുന്നത്. ബേല മഹിയെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. മഹി വിഷമിച്ചിരിക്കുകയാണ്. മഹിക്ക് ബേലയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ബേലയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുണ്ട്. ബേല ഇഷ്ടമില്ലാതെയാണ് യുവിയുടെ കൂടെ പോകുന്നതെന്ന് എനിക്കറിയാം. യുവിയുടെ സാന്നിധ്യം പോലും ബേലയ്ക്ക് ഇഷ്ടമല്ല. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് മഹി. മറുവശത്ത് ഓൾഡ് പാലസിൽ ബേലയെ കൊണ്ടുവരുന്ന യുവി വിക്രാന്തായി മാറുകയാണ്. വിക്രാന്ത് ബേലയോട് എന്തിനാണ് യുവിയായി മാറി മഹിയുടെ അടുത്തേക്ക് പോയതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല മഹിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല, അതിനു വേണ്ടിയാണ് അങ്ങനെ രൂപം മാറിയതെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് എന്നെ കൊന്നവരെ കൊല്ലാൻ വേണ്ടി വന്ന നിനക്ക് മഹിയെ കൊല്ലാൻ എന്താണ് പ്രശ്നം? മഹിയെ കൊല്ലാൻ എന്നെയും നീ സമ്മതിക്കുന്നില്ല, എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുകയാണ്.
നോക്കുകയാണ്. അത് കേൾക്കുന്ന ബേല വിക്രാന്തിനെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ മഹി ഉണ്ടായിരുന്നില്ല. വിക്രാന്തിനെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് മഹി അവിടെ വന്നത്. മഹിക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല. മഹി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. ബാവ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു പരീക്ഷണം ചെയ്തതാണ്. അതിൽ എന്റെ വിഷത്തിൽ നിന്ന് മഹി രക്ഷപ്പെട്ടു. മഹിയാണ് എന്റെ ജീവിത പങ്കാളിയും എന്റെ പ്രണയവുമെന്ന് നാഗഗുരു പറഞ്ഞു എന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് വിക്രാന്ത്. മറുവശത്ത് ACPയോട് വിശാഖ സൈക്കിൾ പാലസിൽ ഇപ്പോൾ ഉള്ളത് യഥാർത്ഥ യുവിയല്ല, അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞ് ആ പാലസിൽ പോയതെന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ACP ഒരു CCTVയിലെ വീഡിയോ വിശാഖയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരാൾ യുവിയുടെ രൂപം മാറുന്നത് കാണുകയാണ്. ആ വീഡിയോ കാണുന്ന വിശാഖയ്ക്ക് അത് ആരാണെന്ന് മനസ്സിലാവുകയാണ്. അത് കണ്ട് സന്തോഷം പുറത്ത് കാണിക്കാതെ ഇരിക്കുകയാണ് വിശാഖ. ഈ സമയം ബേല വിക്രാന്തിനോട് ബേലയുടെ മനസ്സിൽ മഹിയാണെന്നും മഹിയെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ എന്റെ മനസ്സിലുള്ളത്. വിക്രാന്തിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. വിക്രാന്ത് മരിച്ചപ്പോൾ എന്റെ മാനസിക അവസ്ഥ എന്തായിരുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ വിക്രാന്തിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. വിക്രാന്തിനെ ജീവനോടെ കണ്ട നിമിഷം എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ചോദ്യത്തിനുമുള്ള ആൻസർ കിട്ടി എന്നൊക്കെ പറയുകയാണ് ബേല. അത് കേൾക്കുന്ന വിക്രാന്ത് വളരെ വിഷമത്തോടെ മഹിയെ ഒത്തിരി ഇഷ്ടമാണോ ബേല, മഹിയെ മറക്കാൻ നിനക്ക് കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല വിക്രാന്തിനോട് വളരെ വിഷമത്തോടെ വിഷമിപ്പിച്ചതിന് സോറി പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത് ഞാൻ നിനക്ക് വേണ്ടിയാണ് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്നത്. ചിലപ്പോൾ നീ എന്റെ റൂഹി അല്ലേ ആയിരിക്കാം, മഹിയുടെ ബേലയായിരിക്കും. ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ തന്നെ ഇവിടെ നിന്ന് പോകാമെന്നും നിന്നെ ഞാൻ സ്വതന്ത്രമാക്കുകയാണെന്നും പറയുകയാണ്. അത് കേട്ട് രണ്ടുപേരും വിഷമിച്ചു നിൽക്കുകയും ബേല അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. വിക്രാന്ത് ബേലയെ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് അനുവിന്റെ അടുത്ത് ഇരുട്ടിന്റെ മറവിൽ ഒരാൾ വരികയാണ്. അനുവിനെ അറിയാവുന്ന ഒരാളാണ് അത്. അയാൾ അനുവിന്റെ അടുത്ത് പോയി തലക്കടിച്ച് അനുവിനെ കൊല്ലുകയാണ്. അടുത്ത സീനിൽ അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായി മഹിയുടെ അടുത്ത് പോകുന്ന യുവി മഹിയോട് പെട്ടെന്ന് റെഡിയായി താഴേക്ക് വരാനും അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്നും ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നും പറഞ്ഞിട്ട് യുവി അവിടെ നിന്ന് പോകുന്നത് കാണുന്ന മഹിയെ ആലോചിച്ചിരിക്കുകയാണ്. ശേഷം മഹിയെ വിളിച്ചുകൊണ്ട് യുവി എല്ലാവരുടെ അടുത്തേക്കും വരികയാണ്. എല്ലാവരും യുവിയുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം കുഹു റൂമിൽ മരിച്ചു കിടക്കുന്ന അനുവിനെ കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. കുഹുവിന്റെ വിളി കേട്ട് അവിടേക്ക് എല്ലാവരും വരുന്നു. ശേഷം ACPയും പോലീസുകാരും ആ റൂം മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അനു മരിച്ചു കിടക്കുന്നത് കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ബേല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. കുഹുവിനെ എല്ലാവരും സമാധാനിപ്പിക്കുകയാണ്. ആ സമയം ACPക്ക് അനുവിന്റെ ക്യാമറ കിട്ടുകയാണ്. അനുവിന്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്ന സമയത്താണ് അനുവിനെ ആരോ അറ്റാക്ക് ചെയ്തത്. വീഡിയോ ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഒരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ACPയും എല്ലാവരും കൂടി വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. വീഡിയോയിൽ നേരിൽ കാണുന്ന അവർക്ക് കില്ലർ ഒരു ലേഡിയാണെന്ന് മനസ്സിലാവുകയാണ്. അതുമല്ല അനുവിന് അറിയാവുന്ന ആളാണ് ആ കില്ലർ എന്നും അവർ അറിയുകയാണ്. നിഴലിൽ ഒരു കില്ലർ ലേഡി അനുവിനെ തലക്കടിച്ച് കൊല്ലുന്നതും അവർ എല്ലാവരും കാണുകയാണ്. അത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. വീഡിയോയിൽ കില്ലറിന്റെ വിരലിൽ കിടക്കുന്ന റിങ് കാണുന്ന കുഹു ആ റിങ് ആരുടേതാണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് കുഹു ബേലയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് എല്ലാവർക്കും ബേലയുടെ വിരലിൽ കിടക്കുന്ന റിങ് കാണിച്ചു കൊടുക്കുകയാണ്. ബേലയ്ക്ക് അനുവിനെ ഇഷ്ടമല്ലായിരുന്നു. ബേലയെ കുറിച്ചുള്ള എന്തോ രഹസ്യം അനുവിനെ അറിയാമായിരുന്നു. ആ രഹസ്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ബേലയാണ് അനുവിനെ കൊന്നതെന്നും പറഞ്ഞ് കുഹു വയലന്റായി ബേലയെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയുകയാണ്. അത് കേട്ട് ഒന്നും പറയാതെ തല കുനിഞ്ഞു നിൽക്കുകയാണ് ബേല. കുഹു അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന യുവി കുഹുവിനെ അടിക്കുകയാണ്. അത് കണ്ട് സുമിത്രയും മഹിയും യുവിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ബേലയെ കുറ്റക്കാരിയാക്കി ഓരോന്നും പറഞ്ഞാൽ അത് എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് യുവി പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന മഹി യുവിയോട് ബേല എന്റെ വൈഫാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് യുവി. ബേലയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹി ബേലയോട് റിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണ്. റിങ് രാത്രി എപ്പോഴെങ്കിലും ഊരി വെക്കുകയോ മിസ്സാവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മിച്ചു നോക്കാൻ പറയുകയാണ് മഹി. അത് കേൾക്കുന്ന ബേല റിങ് കയ്യിൽ നിന്ന് ഊരിയിട്ടില്ല എന്നും ഞാൻ ആർക്കും എന്റെ റിങ് കൊടുത്തിട്ടില്ല എന്നും പറയുകയാണ്. മഹി ബേലയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ട് ദേഷ്യം വരുന്ന യുവി ബേലയുടെ അടുത്ത് പോയിട്ട് നീ ഇനി ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം, നിനക്ക് നാണക്കേട് കാണും, അതുകൊണ്ട് ഞാൻ പറയാം. ഇന്നലെ രാത്രി ഉറക്കം വരാത്തത് കൊണ്ട് ബേല എന്റെ അടുത്ത് വന്നിരുന്നു. രാത്രി മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇതിനിടയിൽ എപ്പോഴോ റിങ് മിസ്സായതാവാം എന്ന് യുവി പറയുന്നത് കേട്ട് മഹിയും ബേലയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്.
മഹി ബേലയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ബേലയ്ക്ക് ഒന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് യുവിക്ക് രാവിലെ പുറത്തു നിന്നാണ് റിങ് കിട്ടിയതെന്നും യുവിയാണ് ബേലയുടെ കയ്യിൽ റിങ് കൊടുത്തതെന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് യുവി പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ബേലയെ തന്നെ നോക്കി നിൽക്കുകയാണ് മഹി. അടുത്ത സീനിൽ ACP ഈ കാര്യങ്ങളെല്ലാം വിശാഖയോട് പറയുകയാണ്. ബേലയെ കുറിച്ച് യുവി ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും ബേല ഒരു മറുപടി പോലും പറയാതെ ഒരു റിയാക്ഷനും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. യുവിക്ക് ബേലയെ കുറിച്ചുള്ള രഹസ്യം അറിയാം. അതുകൊണ്ടാണ് ബേല ഒന്നും മിണ്ടാതെ നിന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഒറിജിനൽ യുവി മരിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള യുവി ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ് ACP പറയുന്നതെല്ലാം കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് വിശാഖ. മറുവശത്ത് ബേല വിക്രാന്തിനോട് എന്തിനാണ് ഇങ്ങനെയെല്ലാം അവരോട് പറഞ്ഞത്, എന്റെയും മഹിയുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണോ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്, ഇല്ലെങ്കിൽ നീയാണ് അനുവിനെ കൊന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറയുകയാണ് വിക്രാന്ത്. ഞാൻ അനുവിനെ കൊന്നിട്ടില്ല. യുവിയായി ഇവിടെ കഴിയുകയാണെങ്കിൽ ഈ കുടുംബത്തിലെ ഒരാളായി നീ കഴിയണമെന്നും നീയാണ് അനുവിനെ കൊന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് ബേല പറയുന്നത് കേൾക്കുന്ന വിക്രാന്ത്, ഞാനല്ല, നീയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നീയല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ ജീവനോടെ ഉള്ള സ്ഥിതിക്ക് ആരെയും കൊല്ലാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും കൊല്ലില്ല. നമ്മളല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അനുവിനോട് ശത്രുത ഉള്ളതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. അടുത്ത സീനിൽ ഓൾഡ് പാലസിൽ വരുന്ന വിക്രാന്ത് ആദിയോട് ബേലയുടെയും മഹിയുടെയും ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് അവരെ പിരിക്കാനാണെന്നും 100 വർഷം പഴക്കമുള്ള പ്രണയമാണ് ഞങ്ങൾ തമ്മിലുള്ളത്, അത് അത്ര പെട്ടെന്ന് മറന്നു കളയാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന സമയം അവിടെ ഒരു നാഗം വരുന്നു. ആ നാഗത്തിനെ കാണുന്ന വിക്രാന്ത് വളരെ സന്തോഷത്തോടു കൂടി നാഗത്തിന്റെ അടുത്ത് പോയിട്ട്, അപ്പോൾ നിങ്ങളാണോ അനുവിനെ കൊന്നത്, അതോ മദ്യത്തിന്റെ ലഹരിയിൽ ഞാനായിരിക്കുമോ അനുവിനെ കൊന്നതെന്ന് പറയുന്ന സമയം അത് കേട്ട് അവിടേക്ക് ഗണ്ണുമായി ACP വരുന്നു. ACPയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വിക്രാന്ത്. ശേഷം ACPയുടെ പുറകെ വരുന്ന വിശാഖയെ കാണുന്ന വിക്രാന്ത് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. വിശാഖ വിക്രാന്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അത് കാണുന്ന ACP ഞെട്ടി നിൽക്കുകയാണ്. മറുവശത്ത് മഹി ബേലയോട് ഒന്നും സംസാരിക്കാതെയും ബേലയെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയും നടക്കുകയാണ്. അത് കാണുന്ന ബേല മഹിയോട് ബേലയ്ക്ക് പറയാനുള്ളത് കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും പറയുകയാണ്. ആ റിങ് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കഥ യുവി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതല്ലേ, അതിൽ കൂടുതൽ നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മഹി. എന്റെ റിങ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ യുവിയുടെ റൂമിൽ പോയിട്ടില്ല, ഞങ്ങളുടെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കള്ളങ്ങളെല്ലാം യുവി എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് മഹി വിശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് ബേല. നിനക്ക് എന്തൊക്കെ ചെയ്യണമെന്നോ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നോ ഇപ്പോഴും നിനക്ക് അറിയില്ല. നീ ഒന്നും പറഞ്ഞ് എന്റെ മൈൻഡ് മാറ്റാൻ നോക്കണ്ട, എന്നെ മെന്റൽ ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് മാറി നിൽക്കുന്നത് കാണുന്ന ബേല മഹിയോട്, യുവി പറയുന്നതെല്ലാം കേട്ട് ഞാൻ നിൽക്കുന്നത് എന്റെ നിസ്സഹായ അവസ്ഥ കാരണമാണ്, എന്റെ മാനസികാവസ്ഥ മഹി മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ബേല മഹിയുടെ ഷർട്ട് മാറ്റി മുറിവിലെല്ലാം മരുന്ന് വെച്ചിട്ട് പുതിയൊരു ഷർട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മഹിയോട് എന്നെ വിശ്വസിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ബേല. യുവി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതെല്ലാം നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് യുവിയോട് എന്റെ അടുത്ത് വന്ന് പറയാൻ പറയുകയാണ്. എന്നിട്ട് മഹി അവിടെ നിന്ന് പോകുന്നു. ബേല മഹി പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് വിക്രാന്തിന്റെ അടുത്ത് പോകുന്ന വിശാഖ വിക്രാന്തിനെ ജീവനോടെ കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ്. യുവിയെ കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്, കാരണം യുവി എന്റെ കൺമുന്നിൽ വെച്ചാണ് മരിച്ചത് എന്ന് വിശാഖ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ACP. അവസാനം മഹാദേവൻ എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ് വിശാഖ വിക്രാന്തിനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ച് ACP ഗണ്ണുമായി വിക്രാന്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ACP അവിടെ വലിയ നാഗത്തിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. വിക്രാന്ത് ഈ നാഗത്തിനെ കുറിച്ചുള്ള രഹസ്യം സമയമാകുമ്പോൾ മാത്രമേ എല്ലാവരും അറിയുകയുള്ളൂ. ബേലയുടെ ഫ്രണ്ടാണ് നീ, നിന്റെ ഫ്രണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വിശാഖയോട് പറയുകയാണ് വിക്രാന്ത്. മനുഷ്യർക്ക് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഒന്നും സംസാരിക്കാൻ അവകാശമില്ല എന്ന് പറയുകയാണ് വിശാഖ. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ACP വിക്രാന്തിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കാണുന്ന വിക്രാന്ത് പകുതി നാഗമായി മാറുകയാണ്. അത് കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ് ACPക്ക് അനു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലാവുകയാണ്. ACP റിമോണയോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന വിശാഖ, ACP ഇത്രയും മന്ദബുദ്ധിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഈ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ല, അത് ഞാൻ നേരത്തെ മാറ്റി വെച്ചു എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ദേഷ്യവും വിഷമവും വരുന്ന ACPക്ക് ചുറ്റും നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. വിശാഖയും പകുതി നാഗമായി മാറുകയാണ്. അത് കാണുന്ന ACP വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടലോടെ നിൽക്കുകയാണ്. വിശാഖ ഇച്ഛാധാരി നാഗമാണെന്ന് വിശ്വാസമാകുന്ന ACP വിശാഖയോടുള്ള പ്രണയം
കാരണം ACPക്ക് വിശാഖ എങ്ങനെ തന്നെയായാലും അങ്ങനെ തന്നെ വിശാഖയെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. ACP വിശാഖയോടുള്ള പ്രണയം കൊണ്ട് വിശാഖയെ രക്ഷിക്കാം, മുന്നിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ACP വിശാഖയോട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ആരെ വേണമെങ്കിലും ഞാൻ കൊല്ലാം, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന വിശാഖ ഇപ്പോൾ പറഞ്ഞത് സത്യമാകുമെന്ന് പറഞ്ഞ് വിശാഖ ACPയെ കൊത്തുകയാണ്. ആദി പേടിച്ച് നിൽക്കുകയാണ്. വിക്രാന്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. നീ എനിക്ക് വേണ്ടി ജീവൻ തരുമെന്ന് പറഞ്ഞു, ആ ജീവൻ ഞാൻ എടുത്തു എന്ന് ACPയോട് പറയുകയാണ് വിശാഖയോട് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രാന്ത് അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ ആദിയും പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ നാഗവും അവിടെ നിന്നും പോകുന്നു. ACP വേദന കൊണ്ട് പിടയുകയാണ്. മറുവശത്ത് മഹി ബേലയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത് കാണുന്ന ബേല മനഃപൂർവ്വം സ്റ്റെപ്പിൽ നിന്ന് വീഴുകയാണ്. അത് കാണുന്ന മഹി ബേല വീഴാതെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടുപേരും തറയിൽ വീഴുകയാണ്. രണ്ടുപേരും കുറച്ചു നേരം പരസ്പരം മുഖത്തു നോക്കി അങ്ങനെ തന്നെ കിടക്കുകയാണ്. ബേല മനഃപൂർവ്വം വീണതാണെന്നും മഹിക്ക് ഇപ്പോഴും ബേലയുടെ കാര്യത്തിൽ ശ്രദ്ധയും സ്നേഹവും ഉണ്ടെന്ന് മനസ്സിലായി എന്നും ബേല പറയുന്നത് കേൾക്കുന്ന മഹി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഈ സമയം പാലസിൽ നിന്ന് വിശാഖ പോകാൻ ശ്രമിക്കുമ്പോൾ ACP വിശാഖയോട് തന്റെ മനസ്സിലുള്ള പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന വിശാഖയ്ക്ക് അന്നും ഇന്നും എപ്പോഴും വിക്രാന്തിനെയാണ് വിശാഖയ്ക്ക് ഇഷ്ടമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ACP വിശാഖയോട് വിശാഖയെ കണ്ണ് നിറയെ കണ്ടുകൊണ്ട് മരിക്കണമെന്നും പ്രണയത്തിൽ ചതിക്കപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് ഒരിക്കൽ വിശാഖ അറിയുമെന്നും നിന്റെ പ്രണയം നിനക്ക് ഒരിക്കലും സ്വന്തമാവില്ല എന്ന് അറിയുന്ന നിമിഷം നീ എന്നെ ഓർമ്മിക്കുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന വിശാഖ, ഞാൻ യഥാർത്ഥ സത്യം പറഞ്ഞാൽ മാത്രമേ നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ജീവൻ പോവുകയുള്ളൂ. എന്നാൽ ACP കേട്ടോ, ഒരിക്കൽ വിക്രാന്ത് നാഗമണിക്ക് സ്വന്തമാക്കി നാഗരാജാവായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ വിക്രാന്തിന്റെ നാഗറാണിയായി ഞാൻ വിക്രാന്തിന്റെ കൂടെ ഉണ്ടാകും. അന്ന് ബേല ഉണ്ടാവില്ല, ഞാൻ ബേലയെ കൊല്ലും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്ന് പറയുന്ന സമയം ACP മരിക്കുകയാണ്. മറുവശത്ത് ബേലയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മഹി. എന്നിട്ട് മഹി ബേലയോട് ബേലയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഞാൻ ഇത് തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് ഡൗട്ട് തോന്നുന്ന മഹി ബേലയുടെ പുറകെ പോവുകയാണ്. ബേലയുടെ ശരീരത്തിൽ കൂവളത്തിന്റെ ഇല കാരണം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതിൽ മരുന്ന് വയ്ക്കാൻ കിച്ചണിൽ പോകുന്ന ബേലയുടെ അടുത്ത് മഹി വരുന്നു. മഹിയോട് ബേല കൂവളത്തിന്റെ ഇല ബേലയുടെ സ്കിന്നിന് അലർജിയാണെന്ന് പറയുന്നത് കേൾക്കുന്ന മഹി മഞ്ഞൾപ്പൊടി എടുത്ത് ബേലയ്ക്ക് ഇട്ടു കൊടുക്കാൻ തുടങ്ങുന്ന സമയം അവിടെ യുവി വരുന്നു. യുവിക്ക് കണ്ടപ്പോൾ തന്നെ കൂവളത്തിന്റെ ഇലയുടെ അലർജിയാണെന്ന് മനസ്സിലാക്കുന്ന യുവി ആ കാര്യം പറയുമ്പോൾ മഹി ഞെട്ടി നിൽക്കുകയാണ്. യുവിക്ക് ഇതിനുള്ള മെഡിസിൻ അറിയാമെന്നും പറഞ്ഞ് യുവി ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. മനസ്സോടെയാണ് ബേല അവിടെ നിന്നും പോകുന്നത്. ബേല മഹിയെ നോക്കിയാണ് പോകുന്നത്. മഹി വിഷമത്തോടെയും ദേഷ്യത്തോടെയും നിൽക്കുകയാണ്. റൂമിൽ പോകുന്ന യുവി വിക്രാന്തായി മാറുന്നു. ബേലയ്ക്ക് മരുന്ന് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും ബേല അതിന് സമ്മതിക്കുന്നില്ല. അതിൽ നിന്ന് വിക്രാന്തിന് എല്ലാം മനസ്സിലാവുകയാണ്. മഹിയുടെ മുന്നിൽ മരുന്ന് വെക്കാൻ വേണ്ടി ബേല നിന്ന് കൊടുത്തത് വിക്രാന്ത് കണ്ടതാണ്. പക്ഷെ വിക്രാന്തിനെ സമ്മതിക്കുന്നില്ല. അതറിയുന്ന വിക്രാന്ത് 100 വർഷത്തെ പ്രണയത്തെ കുറിച്ചും ഓരോന്നും പറഞ്ഞ് ബേലയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന ബേല വിക്രാന്തിനെ ഒരിക്കലും പ്രണയം നടിച്ച് ചതിച്ചിട്ടില്ല എന്നും പക്ഷെ ഇപ്പോൾ ആ പ്രണയം ഒന്നും മനസ്സിലില്ല എന്നും അന്നത്തെ എന്റെ പ്രണയം സത്യമായത് കൊണ്ടാണ് വിക്രാന്തിനെ കൊന്നവരെ കൊല്ലാൻ വേണ്ടി പുതിയൊരു രൂപത്തിൽ ഞാൻ ഇവിടേക്ക് വന്നതെന്നും ഇനി ആർജയും ആദിയും മാത്രമേ ആ ലിസ്റ്റിൽ ബാക്കിയുള്ളൂ, അവരെയും ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ് ബേല. അതെല്ലാം കേട്ട് വിഷമം വരുന്ന വിക്രാന്ത് നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ബന്ധവുമില്ല എന്ന് മഹിയോട് യുവി പറയണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത് ഞാൻ പറയാം, പക്ഷെ നീ ആരാണെന്നുള്ള സത്യവും മഹിയോട് പറയണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ഡീല് സമ്മതിക്കുകയാണ്. യുവി മഹിയോട് സത്യം പറയുകയാണെങ്കിൽ ബേലയും മഹിയോട് സത്യം പറയുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത് യുവിയായി മാറി ബേലയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഡോറ് തുറന്ന് സുമിത്ര അവിടെ വരുന്നു. ബേലയും യുവിയും കൈ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന സുമിത്ര ബേലയെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്, കൂടെ വരാൻ പറയുകയാണ് സുമിത്ര. അത് കേൾക്കുന്ന യുവി കുറച്ചു കഴിഞ്ഞ് ബേലയെ ഞാൻ വിടാം, ഒരു ഇമ്പോർട്ടന്റ് തീരുമാനം എടുക്കാനുണ്ടെന്ന് പറയുകയാണ്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുമിത്ര ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ബേലയുടെ സത്യം മഹി അറിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്